ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. പിന്നിൽ കിന്നെസ്തേഷ്യ കുറച്ച് പ്രോഡക്റ്റ് വീണ്ടും അയച്ചു തന്നിട്ടുണ്ടായിനി. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇല്ലേ കുറച്ച് ഐറ്റംസ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ആദ്യം ഞാൻ കാണിക്കുന്നതിൽ ഒരു പിങ്ക് മഗ് സെറ്റാണ് കേട്ടോ. ഒരു 3D പിങ്ക് മഗ് സെറ്റാണ്. ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. കോഫി ലവേഴ്സിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു ബാത്റൂം സെറ്റാണ്. ഒരു മിനിമൽ മാറ്റ് വൈറ്റ് ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റമാണ്. നല്ലൊരു ക്ലാസി ഫീൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് സെറാമിക്കാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ബാത്റൂമിൽ തന്നെ വെക്കണമെന്നില്ല. നമ്മൾ കിച്ചണിലെ സിങ്ക് ഏരിയയിലെല്ലാം വെച്ച് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഹാൻഡ് വാഷും കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് കിച്ചണിൻ്റെ സിങ്ക് ഏരിയയിലോ അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷും കാര്യങ്ങളെല്ലാം ഒഴിച്ച് വെക്കാൻ വേണ്ടിക്ക് അടിപൊളി ഐറ്റമാണ്. ലിങ്കെല്ലാം ഞാൻ താലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിപ്പില്ലേ രണ്ടാമത്തെ ഐറ്റം കാണാം. ഇതും ഞാൻ ബാത്റൂം സെറ്റ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഷെൽ ഷേപ്പ് വരുന്നൊരു സെറാമിക് ബാത്റൂം സെറ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഷെൽ ഡിസൈൻ വരുന്നൊരു ബാത്റൂം സെറ്റ് തന്നെയാണ്. ഇതും ഞാൻ കിച്ചണിൽ വെക്കാൻ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, ബാത്റൂമിൽ വെക്കാനല്ല. കാര്യം എൻ്റെ കിച്ചണായിട്ട് നല്ല മാച്ചായിട്ട് പോകുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിയതാണ്. നമുക്ക് സ്പോഞ്ചും കാര്യങ്ങളും മറ്റേതിലിടാമെന്ന് വിചാരിച്ചിട്ട്. കാര്യം ഇതിൽ നമുക്ക് ഹാൻഡ് വാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കൂലേ. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിക്ക്. അടുത്തതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോയൽ വിൻറ്റേജ് ബ്രേസ് കേക്ക് നൈഫ് ആൻഡ് സെർവറാണ്. ഇത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മൾ പുഡിങ് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്യാനും സെർവ് ചെയ്യാനെല്ലാം പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ ഇത് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടമായിട്ട് അങ്ങനെ ഓർഡർ ആക്കിയതാണ്. അപ്പം നെസ്റ്റേഷ്യൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ഞാൻ ഇതുവരെ യൂസ് ചെയ്തതെല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഐറ്റംസാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഐറ്റംസാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിക്ക്. നമുക്കിപ്പം കേക്കും പുഡിങ് ഐറ്റംസ് എല്ലാം നമുക്കൊരു പാർട്ടിയിലെല്ലാം അടിപൊളിയായിട്ട് കട്ട് ചെയ്യണം, സെർവ് ചെയ്യണം എന്നെല്ലാം ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഐറ്റമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റോയൽ ഫീൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഫിനിഷിങ് എല്ലാം കണ്ടിൽ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു തള്ളി കാണുന്ന ടേബിൾ മാറ്റും നെസ്റ്റേഷ്യയിൽ തന്നെ വാങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ ഇനിയിപ്പം അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. ഇതിൽ ഒരു ഗ്ലാസ് സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിനി. ഇതൊരു റിബ്ബഡ് ഗ്ലാസ് സെറ്റാണ്. ഇതിൻ്റെ ചെറുതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി, വലുതും വാങ്ങിയിട്ടുണ്ടായിനി. നമുക്കൊരു മോഡേൺ ലുക്കിലെല്ലാം നമുക്ക് ഇപ്പോൾ ജ്യൂസും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഐറ്റമാണ്. നമ്മൾ അധികം എവിടെയും കാണാത്ത ടൈപ്പ് ഒരു ഐറ്റം അല്ലേ. ഇതിൻ്റെ വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. രണ്ടും ഞാനങ്ങനെ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഐറ്റമാണ്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ഇതെല്ലാം ഞാൻ അവരെനിക്ക് വീഡിയോക്ക് വേണ്ടിക്ക് അയച്ചെന്ന പ്രൊഡക്റ്റാണ്. ചിലപ്പം കുറേ ഐറ്റംസ് ഒരുമിച്ചിട്ട് കാണുമ്പം പറയലുണ്ട് ഇതെന്തിനാ ഇത്രയും ഐറ്റംസ് വാങ്ങിയെന്ന്. ഇത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിക്ക് അവർ നമുക്ക് അയച്ചിരുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് അത് നല്ലതാണെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഓരോ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തി തരും കേട്ടോ. നമുക്കിപ്പം ഗസ്റ്റ് എല്ലാം വരുമ്പം സെർവ് ചെയ്യാൻ പറ്റിയ ജ്യൂസും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ഞാനധികം കുറേ ഗ്ലാസ് സെറ്റാണ് കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിന്. കാര്യം ഗ്ലാസ് ഭയങ്കര ആവശ്യമായിട്ട് എനിക്ക് തോന്നലുണ്ട്. ഗസ്റ്റ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ റമദാൻ്റെ ടൈമിൽ, ഇതിൻ്റെ ടൈമിൽ എല്ലാം നമുക്ക് ജ്യൂസ് സെർവ് ചെയ്യാൻ ഗ്ലാസ് അത്യാവശ്യമല്ലേ. അങ്ങനെ ഇത് ഞാൻ ആദ്യം കാണിച്ച ഒരു മഗ് സെറ്റ് ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കോഫി ലവേഴ്സ് എല്ലാം എന്നുണ്ടെങ്കിൽ കോഫിയെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല പിങ്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു 3D പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിക്ക്. അടുത്തതൊരു ഇൻസ്പിറേഷണൽ കോഡ്സ് ടീ കപ്പ് സെറ്റാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കോഡ്സുള്ള ഒരു കപ്പ് സെറ്റാണ്. നമുക്കിപ്പം ഗിഫ്റ്റ് കൊടുക്കാനായാലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായാലും
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. ഗിഫ്റ്റെല്ലാം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഹൗസ് വാമിങ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലെല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. 4 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. 4 കളേഴ്സായിട്ടാണ് ഒരു സെറ്റായിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ടീനേജേഴ്സിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയൊരു ഐറ്റമാണ്, ഓർഡർ ചെയ്തൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ടീ, കോഫി, മിൽക്ക് എന്ത് ഐറ്റംസും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അടുത്തത് കുറച്ചധികം ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല വൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലിഡ് ഗ്ലാസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് ഗ്രൂവ്ഡ് ബേസ് ആയതുകൊണ്ട് തന്നെ ഫുഡ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണോ വെക്കുന്ന ആ ഫ്രഷ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് ഓവനിൽ ചൂടാക്കാനും പറ്റും. അപ്പോൾ അടിപൊളി കണ്ടെയ്നേഴ്സാണ്. ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. കാരണം നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഉള്ളത് ചെറിയ കണ്ടെയ്നേഴ്സിൽ വെക്കാം. എന്താ പറയുക, കുറച്ച് അധികമുള്ള ഐറ്റംസ് വലുതിലും വെക്കാം. അതുപോലെ തന്നെ മൈക്രോവേവ് സേഫാണ്, ഫ്രീസർ സേഫാണ് കേട്ടോ. ഫുഡെല്ലാം ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഗ്രൂവ്ഡ് ബേസ് ആയതുകൊണ്ട് തന്നെ ഫുഡ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ക്രിസ്റ്റൽ വാട്ടർ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് സെറ്റാണ്. ഇതിൽ 6 സെറ്റായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇതിൽ ഇക്കാൻ്റെ ഓഫീസിലുണ്ടായതുകൊണ്ട് ഇക്കാൻ്റെ ഓഫീസിൽ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇക്ക അങ്ങനെ പറഞ്ഞതാണ് ഇത് വാങ്ങിക്കോ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക സെലക്ട് ചെയ്തിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണ്. നല്ല അടിപൊളിയാണ്. നല്ല വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ നിലത്ത് വീണാൽ അധികം പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ഐറ്റം അല്ല, അത്രയും വെയിറ്റ് ഉണ്ട്. അങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട്. എവിടെയും കാണാത്ത ഒരു മോഡലല്ലേ. എന്താ പറയുക, നമുക്കിപ്പം ഗസ്റ്റെല്ലാം വരുമ്പം ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ഇതിപ്പം കണ്ട ഓഫീസിൽ റൂമിൽ അങ്ങനെ എല്ലാവർക്കും എന്താ പറയുക വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കുടിക്കാനെല്ലാം വാങ്ങിയ ഐറ്റമാണ്. അങ്ങനെ ഇനിയിപ്പം ഇതും ഒരു കണ്ടെയ്നറാണ്, ഫുഡെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഗ്രൂവ്ഡ് ബേസ് വരുന്ന ഒരു കണ്ടെയ്നർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാനും പറ്റും. നല്ല അടിപൊളി ഐറ്റമാണ്. ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. നമുക്ക് കുറച്ച് കറികളും ബാക്കിയുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഫില്ലിങ് കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ബാക്കി വന്ന റൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൂലേ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്നാക്ക് ഐറ്റംസ് ഫ്രീസ് ചെയ്യാൻ പറ്റിയ സ്നാക്ക് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനില്ലേ ഇതിൽ പാനിപ്പൂരിൻ്റെ ആ ഒരു പൂരിയില്ലേ അത് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈത്തപ്പഴം, കാഷ്യൂനട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് വെക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം ലൗണ്ടറി ഓർഗനൈസിങ് ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിന്. നല്ല പിങ്ക് കളറിലാണ്. ഇത് രണ്ടും എന്താ പറയുക, നമുക്കിപ്പം കുട്ടികളുടെ ടോയ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ എല്ലാം പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാനിപ്പോൾ മക്കളുടെ ബെഡ്റൂമിലേക്ക് അങ്ങനെ വാങ്ങിയതാണ്. നമ്മൾ പുതിയ വീട്ടിലേക്കുള്ള റൂമിലേക്ക് വാങ്ങിയതാണ്. അടുത്തത് ബോറോസിലിക്കേറ്റ് മൾട്ടിപർപ്പസ് ഗ്ലാസ് പോട്ടാണ്. നമുക്ക് കുക്ക് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം കാണാൻ പറ്റും കുക്ക് ചെയ്യുമ്പം. നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ്. അതുപോലെ തന്നെ ഇത് നമുക്കില്ലേ ഡിഷ് വാഷർ സേഫാണ്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും ഇൻഡക്ഷൻ ഹോബിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് ഏത് ടൈപ്പ് ഫുഡ് ഐറ്റംസും ഇതിൽ കുക്കാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പം കുറച്ച് മുട്ട ഒന്ന് വേവിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. നമുക്കിപ്പം സൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ ന്യൂഡിൽസ് ഉണ്ടാക്കാനെല്ലാം അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഇതങ്ങനെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ വരുന്നത്. കോട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ വലിയ ഹാൻഡിൽ വരുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ് ബ്രഷും വരുന്നുണ്ട്. സ്റ്റോൻ്റെ കൂടെ തന്നെ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ കച്ചറ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിനി. ഇത്
ഇത് ചൂടായാലും തണുപ്പായാലും ഒരുപോലെ എന്താ പറയുക ഒരുപാട് നേരം മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡിന് സിപ്പ് ആൻഡ് സ്റ്റിക്ക് ഫങ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലീക്ക് പ്രൂഫുമാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ലിങ്കെല്ലാം കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതൊരു ഫ്ലോർ മാറ്റാണ്. ഇത് എന്താ പറയുക നല്ല പിങ്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലത്തെ മാറ്റ് എന്തെങ്കിലും മുന്നേ ഉണ്ടായിട്ടുണ്ടായിന്, കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിന്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ക്ലോത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് മെഷീൻ വാഷ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമുക്ക് എന്താ പറയുക ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനെല്ലാം എളുപ്പമാണ്. അങ്ങനെ ഇത്ര ഐറ്റംസാണ് എനിക്ക് നെസ്റ്റേഷ്യ അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ നെസ്റ്റേഷ്യനോട് താങ്ക്സ് പറയുന്നു. കാര്യം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്യുക. വേണമെന്നുള്ളവർ ഓർഡർ ചെയ്തോട്ടെ. അടിപൊളി ഐറ്റംസാണ്. എനിപ്പില്ലേ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കാം. ഞാനില്ലേ ആദ്യമൊന്നും എനിക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളൊന്നല്ല. ഞാൻ എന്നെ അങ്ങനെ കെയർ ചെയ്യുക, എന്നെ സ്നേഹിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എനിക്ക് വേണ്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഞാൻ എനിക്ക് വേണ്ടിക്ക് കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു വണ്ടി എടുക്കണമെന്നുള്ളത്. അപ്പോൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് ടൈപ്പ് എടുക്കണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാര്യം ജീപ്പ് പൊതുവേ ലേഡീസെല്ലാം ജീപ്പ് എടുത്തിട്ട് പോകുന്ന കാണാൻ വേണ്ടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സമയം താറെല്ലാം ഇറങ്ങിയ സമയം എനിക്ക് പിന്നെ താറെടുക്കണമെന്ന് തന്നെയായി. പിന്നെ കാരണം താറ് ആവുമ്പം സീറ്റ് കുറവല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല താറെടുക്കാൻ വേണ്ടിക്ക്. ഞാൻ അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വണ്ടിയില്ലേ മഹീന്ദ്രൻ തന്നെ സ്കോർപ്പിയോ, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും എടുത്തിട്ട് പോകുന്ന കാണുമ്പം തന്നെ എനിക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കലുണ്ട്. കാര്യം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിക്ക്. പ്രത്യേകിച്ച് ലേഡീസിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഒഴിവാക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കാറെടുത്തു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിനി ജീപ്പിക്ക് ശരിയാവോ അങ്ങനെയല്ല. അങ്ങനെ അവസാനം 2 ദിവസം മുന്നേ നമ്മളിപ്പം വാങ്ങുന്ന വണ്ടിയെല്ലാം ബുക്ക് ചെയ്ത് അവർ പറഞ്ഞ് 2 ദിവസം എന്തായാലും എടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണെന്നുണ്ടായിട്ടുണ്ടായിന്. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ നമ്മൾ എത്തി എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പോൾ റമദാൻ്റെ ലാസ്റ്റ് ടൈമാണ് കേട്ടോ വണ്ടി എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഒന്ന് വെക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒന്ന് ലേറ്റാക്കി. അങ്ങനെയാണ് ഇപ്പം നമ്മൾ വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. കാര്യം സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങാമെന്ന് അറിയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഭയങ്കര ഹയറായിട്ടുള്ളൊരു കാര്യം തന്നെ അല്ലേ. ഇതാ നമ്മുടെ കണ്ണൂർ ഒതേൻസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉക്കാക്കും പൊതുവെ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടം കുറവാണ്. മെയിനായിട്ട് വൃത്തി തന്നെയാണ് പ്രശ്നം. രണ്ടാമത് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതോ ഇല്ല ഉണ്ടാക്കിയെന്നെല്ലാം നമുക്ക് മനസ്സിലാവും. ഫ്രഷ് മീനാണോ ചിക്കനാണോ എന്നെല്ലാം മനസ്സിലാവും. പക്ഷേ ഇവിടുത്തതിൽ ഭയങ്കര എന്താ പറയുക ഫ്രഷ് ഐറ്റംസാണെന്ന് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ അത്രയും വൃത്തിയാണ്. അങ്ങനെ
ഇക്കാക്ക് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെല്ലാം അറിയാം. അപ്പം അവിടെ ഹോട്ടലിൽ കിച്ചണിലെല്ലാം കയറി കഴിഞ്ഞൊക്കെ പറയും, പഠിച്ചവനെ കാണാൻ കഴിയൂല, കിച്ചണ് പുറമേ മാത്രം ഒന്ന് അടിപൊളിയെന്നല്ലോ. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടം കുറവാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കുക. ഒതേൻസ് ഹോട്ടലിലത് കണ്ണൂരായിരിക്കും എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, അടിപൊളിയാണ്.